ഇപ്പോഴേ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സൺഡേ ആണ്. ഇപ്പോഴേ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് പള്ളിയിൽ പോകണം, പുഴുങ്ങാൻ പോവുകയാണ്. ഇപ്പോഴേ കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് അങ്ങ് വേഗം ഒന്ന് കഴുകി അടുപ്പത്തോട്ട് ഇടട്ടെ. വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു. ഒടുവിലെ ഉപ്പിടുന്നുള്ളൂ. നമുക്ക് കുക്കർ അടയ്ക്കാം. കൊട്ട വയ്ക്കട്ടെ. ഇപ്പോഴേ പയർ പുഴുങ്ങുന്നതിന് നമുക്ക് അല്പം തേങ്ങ വേണം. ഇത് തേങ്ങ ഒന്ന് തിരുമ്മിയെടുക്കാം. ഇപ്പോഴേ നമ്മുടെ ഏത്തയ്ക്ക പുഴുങ്ങിയത് ഇവിടെ റെഡിയായി. പയറും പുഴുങ്ങിയിരുന്നു. ഞാൻ ഉപ്പിട്ടു ഒന്ന് ഇളക്കിയെടുക്കാം. അതോടൊപ്പം ഞാൻ തേങ്ങ ചിരകി വെച്ചിരുന്നു, അതോടെ ഇട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനിയും ഇത് അമ്മയ്ക്ക് എടുത്ത് കൊടുത്തിട്ട് ഞാൻ പള്ളിയിൽ പോവുകയാണ്. ഇപ്പോഴേ പള്ളിയിൽ പോകാൻ നേരമായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ സാധാരണ ഒന്നും പള്ളിയിൽ പോകുമ്പോൾ കഴിക്കാറ് പതിവില്ലായിരുന്നു. അപ്പം ഇത് പയർ ഉണ്ടാക്കിയത് ഒരുപാടിരിക്കുന്നു. എല്ലാം ഇന്ന് കളയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പയർ ഞാൻ 2-3 സ്പൂൺ എടുത്തു. പിന്നെ ഒരു ഏത്തക്കായുടെ ഒരു മുറി. അപ്പോൾ അമ്മ വരുമ്പം അമ്മയ്ക്കെടുത്ത് ഭക്ഷണം കൊടുത്തിട്ട് വേണം പോകാൻ. ഞാൻ പള്ളിയിൽ പോകുന്ന വഴിയാണ്. പൂക്കൾ കണ്ടോ? മഞ്ഞപ്പൂക്കൾ. വെയിലിൽ വെട്ടമായതുകൊണ്ട് വെള്ളപ്പൂക്കളായിട്ടാണ് തോന്നുന്നത്. നല്ല രസമല്ലേ ഈ പൂക്കളെ കാണാൻ. അതുപോലെ ഇപ്പം പുതിയൊരു സൈസ് ചെടി ഇതിൻ്റെ ഇടയ്ക്ക് കിളിച്ച് വരുന്നേ. ഒരു വയലറ്റ് കളർ പൂക്കൾ. ഇത് നല്ല രസമുണ്ട് കാണാൻ. ഇപ്പോഴേ നമ്മൾ പള്ളിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, നടക്കുകയാണ്. ഞാനെന്നും പള്ളിയിൽ പോകുമ്പം മോനില്ല എങ്കിൽ നടന്നേ പോകും. മോനുണ്ടെങ്കിൽ മോൻ വണ്ടി കൊണ്ടുപോകുന്നുണ്ട്, അപ്പോൾ അവൻ്റെ കൂടെ പോകും. നടക്കുന്നത് നല്ലതല്ലേ? നടന്ന് ഇതാ കണ്ടോ, ശംഖുപുഷ്പം കണ്ടോ? വെള്ള ശംഖുപുഷ്പമാണ്. നീലയുണ്ട് ഇതിൻ്റെ അകത്ത്. വഴികളിലൊക്കെ ചെടി നട്ടേക്കും ഓരോരുത്തർ. വഴികളിലെല്ലാം കാട്ടുപൂക്കളാണ്.
പൂക്കളുടെ അഭിഷേകമാണ്. ആ മഞ്ഞ പൂക്കളുള്ള വള്ളി പടർപ്പുണ്ടല്ലോ, അതങ്ങ് വലിയ മരങ്ങളിലൊക്കെ കയറി കിടക്കുകയാണ് കേട്ടോ. ഇത് മൊത്തം ഈ വട്ടയിൽ മുഴുവനും അത് കയറി കിടക്കുകയാണ് കേട്ടോ. വട്ടയാണിത്. റോഡ് സൈഡിലെല്ലാം ഈ മഞ്ഞപ്പൂക്കൾ നിൽക്കുകയാണ്. പക്ഷേ കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷെ ഒരുപാടങ്ങ് പടക്കും ഇതങ്ങ്. ഒരു സൈസ് ചെടി കണ്ടോ, നല്ല ഭംഗിയുണ്ട് ഈ പൂക്കളെ കാണാൻ. ചെടിയിലുള്ള പൂക്കൾ കണ്ടോ, എന്ത് രസമുണ്ടല്ലേ, നിറയെ പൂക്കളാണ്. ഇതിൻ്റെ വെള്ളയുണ്ട് എന്തോ. ഇതാ കണ്ടോ, ഒരു ചെമ്പരത്തി പൂവാണ് കണ്ടോ, രസമുണ്ടല്ലേ. ഇപ്പോഴേ നമ്മൾ ഈ പോകുന്ന വഴികളിലെ കാഴ്ചകളൊക്കെ കണ്ടാണ് പോകുന്നത്. നമ്മുടെ പള്ളിയുടെ അവിടെ പോകാനായിട്ട് ഇനിയും ഏകദേശം 1/2 കിലോമീറ്റർ ദൂരമുണ്ട്. ഇപ്പം തടിയെല്ലാം മുറിച്ചിട്ടേക്കുന്നത് കണ്ടോ. എന്നും ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ശബ്ദം കേൾക്കത്തില്ലേ, സൗണ്ട്. ഇങ്ങനെ ഓരോരുത്തർ തടികളൊക്കെ കൊടുക്കുകയാണ്. ഇതെനിക്ക് തോന്നുന്നു പ്ലാവിൻ്റെ ആഞ്ഞിലി, പ്ലാവാണ് ഈ എന്നാണ് തോന്നുന്നത്. ഇത് ആഞ്ഞിലിയും ഉണ്ട്. അത് ഇവിടെ കൊണ്ടുവന്നാണ് മുറിച്ച് ഇവർ ലോഡ് ഏറ്റിക്കൊണ്ട് പോകുന്നത്. ഇവിടെ കൊണ്ടുവന്ന് തടികളെല്ലാം കൂട്ടിയിടും, ഇവിടുന്ന് ലോഡ് എടുത്തുകൊണ്ട് പോകുന്നത്. ഇവിടെ നമ്മുടെ ട്രാൻസ്ഫോർമർ എത്തി. ഇനിയും വണ്ടികൾ ഇന്ന് പോകാതെ, ഇന്ന് സൺഡേ അല്ലേ, ഇന്ന് വണ്ടികളൊക്കെ പോകാതെ ഇങ്ങോട്ട് മാറ്റിയിട്ടിട്ടുണ്ട്. നമ്മുടെ പള്ളിയാണ് അതുകൊണ്ടാണ് കാണുന്നത്. ഒരു കയറ്റം കയറി പോകണം, സ്വല്പം കൂടെ ഒരു റോഡൊന്ന് കുന്നു പോലുള്ളതാണ്. പണ്ടുള്ള ചെമ്പരത്തിയായിരുന്നു ഇത് കണ്ടോ, മുട്ട പോലിരിക്കുന്ന ചെമ്പരത്തി. നമ്മുടെ മാതാവാണത്. ഭയങ്കര ശക്തിയുണ്ട് ഇവിടെ, നല്ല സാന്നിധ്യമാണ് മാതാവിൻ്റെ. ഇപ്പോഴേ ഇനിയും പള്ളിയിലെ എല്ലാ കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അങ്ങനെ പള്ളിയിൽ നിന്ന് എത്തി. ഭയങ്കര ദാഹം. നാരങ്ങ വെള്ളം പിഴിയുകയാണ്. നാരങ്ങ വെള്ളം എനിക്ക് വയ്യ. നാരങ്ങ പിഴിയുകയാണ് വെള്ളം കുടിക്കാൻ. തൊണ്ട ഉണങ്ങിയിരിക്കുകയാണ്, എല്ലാം ഉണങ്ങി. വെള്ളം എടുക്കട്ടെ, 2 മുറി പിഴിയാൻ പോകും. ഇതിന് 1 മഗ് ഉണ്ടെങ്കിൽ കുടിച്ച് തീർക്കും ഞാൻ, അത്രയ്ക്ക് ദാഹമാണ്. നാരങ്ങ എനിക്ക് പിഴിതെ അതിങ്ങ് എടുത്തോണ്ട് വരും. എല്ലാം റോഡയോട് ഇറങ്ങി പൂരം പിടിച്ച വെയിൽ കൊണ്ടൊന്നും വേണ്ട. ഇതും കൊണ്ട് ജക്കിയപ്പോൾ ഇതിന് ഒട്ടും ഇല്ല, ചിരേ വീണു. ഇതിലും നല്ല നമ്മുടെ കയ്യ. അയ്യോ എന്തോ ഒരു വെയിലാണ്, വെയിൽ കൊണ്ട് മുട്ടയിട്ടു.
ഇച്ചിരി ഉപ്പും പഞ്ചസാരയും വെള്ളം കൂടെ ഒഴിച്ച് ഇളക്കി കലക്കിയിട്ട് കുടിക്കാൻ പോവുകയാണ്. ചിലപ്പോൾ ഞാൻ നാരങ്ങ വെള്ളം എങ്ങനെ എടുക്കുന്നത് അറിയോ? കാന്താരിയും ഇഞ്ചിയും എല്ലാം ചതച്ചിട്ട് ഉപ്പും പഞ്ചസാരയും എല്ലാം കൂടി ഇട്ട് കുടിക്കും. സൂപ്പറാണ്. അപ്പോൾ ഈ മീനെ കഴുകിയെടുക്കാം. നമുക്ക് ഇതൊന്ന് കഴുകിയെടുക്കാം. രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ കഴുകിയെടുത്തിട്ട് വീണ്ടും കാണാം. ഇപ്പോഴേ മീനെല്ലാം കഴുകിയെടുത്തു. വെള്ളം തോർന്നു പോകാനായിട്ട് നമുക്കിതുപോലെ കിഴുത്തയുള്ള പാത്രങ്ങളോ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കൊട്ടയോ എന്തെങ്കിലും അവരവരുടെ സൗകര്യം പോലെ എടുക്കുക. എടുത്ത് വെച്ചുവല്ലോ. ഇനിയും നമുക്ക് ഉപ്പ് പരൽ ഇതിൽ ഇട്ട് കൊടുക്കും. കണ്ടോ? ഉപ്പ് പരലിട്ട് ഒന്ന് നിരത്തി വയ്ക്കണം. മീൻ ഇതിൻ്റെ പുറത്താണ് അടുക്കേണ്ടത്. ഞാൻ ഉപ്പ് പരലിട്ട് കൊടുത്തു. ഇത് മതിയാകും. മീൻ ഓരോന്നോരോന്നായിട്ട് നമുക്ക് അടുക്കി വയ്ക്കാം. മറ്റുള്ള മീനായിരുന്നെങ്കിൽ വെട്ടി കുടലൊക്കെ കളയേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇതിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് ചെറിയ മീനല്ലേ. പിന്നെ സ്പേസ് ഉള്ളിടത്തൊക്കെ മീൻ അടുക്കി നിരത്തി വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ ഇത്രയും മീൻ അടുക്കി വെച്ചല്ലോ. ഇതിൻ്റെ പുറത്തെ ഉപ്പിട്ട് കൊടുക്കാം. ഇങ്ങനെ മീനിൻ്റെ പുറത്ത് ഉപ്പിട്ട് കൊടുക്കാം. ഇനിയും വീണ്ടും അതുപോലെ തന്നെ മീൻ അടുക്കി വയ്ക്കാം. അപ്പോൾ ഇത്രയും മതിയാകും. ഇനിയും നമുക്ക് വീണ്ടും അതുപോലെ തന്നെ ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പുകല്ലാണ് ഏറ്റവും നല്ലത്. ഉപ്പുകല്ലില്ലെങ്കിൽ ഉപ്പ് പൊടിയായാലും കുഴപ്പമില്ല. ഇപ്പോൾ വീണ്ടും നമുക്ക് അടുക്കി കൊടുക്കാം. ഇപ്പോഴും ഇവിടെ എല്ലാം അടുക്കി വെച്ചു. ഇനിയും വീണ്ടും ഉപ്പിൻ്റെ പരൽ ഇട്ട് കൊടുക്കാം. ഇനിയും വീണ്ടും ബാക്കിയുള്ള മീനോടെ അടുക്കി വയ്ക്കാം. പൂച്ചയൊന്നും തിന്നാതിരിക്കാനായിട്ട് മണ്ടയിൽ നല്ലൊരു അടപ്പ് കൊണ്ട് മൂടി വയ്ക്കണം. ഇത് ഞാൻ മൊത്തം മീനും ഇട്ട് കൊടുത്തു. ഇനിയും കുറേ കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ മണ്ടയ്ക്ക്. ഇട്ട് കൊടുത്തു. മീനെല്ലാം ഉപ്പിട്ട് കൊടുത്തു. ഇനിയും നമുക്ക് ഈ പാത്രത്തിലെ വെള്ളം ഊറിക്കൊണ്ടേയിരിക്കും. അത് ഊറാനായിട്ട് ഇതുപോലൊരു ചട്ടിയോ വല്ലതും അടിയിൽ വെക്കണം. ഇപ്പോഴേ ഇതൊന്ന് കഴുകിയിട്ട് ഞാൻ കാണിക്കാം. ഇപ്പോഴേ ചട്ടിയൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിൻ്റെ മണ്ടയിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അടിയിലൊരു ഉറച്ചിരിക്കാനെ കൊണ്ട് ഒരു തിരികെ വല്ലതും വെച്ചേക്കണം. ഇനി നമുക്ക് ഒരു ഇലയോ അതായത് ഒരു വാഴയിലയോ വല്ലോ ഇതിൻ്റെ മണ്ടയിൽ ഇട്ടാൽ അത്രയ്ക്ക് നല്ലത്. എന്നിട്ട് ഇതുപോലൊരടപ്പ് വെച്ച് നമുക്ക് മൂടി വയ്ക്കാം. ഇനിയും വെള്ളം ഊറുന്ന അനുസരിച്ച് മീനിൻ്റെ ചട്ടി വെള്ളം വീണുകൊണ്ടിരിക്കും.
അത് ഊറ്റി 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 കളയുക. ഏറ്റവും ലാസ്റ്റ് വെള്ളമില്ലാതെ വരുമ്പോഴത്തേക്കിനും നമ്മുടെ മീൻ സൂപ്പറായിട്ട് ഉണങ്ങിയിരിക്കും. ഇപ്പോഴേ നമുക്ക് ഈ മീൻ ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം.